2002 ഫെബ്രുവരി 27 ഗോദ്ര. സാധാരണമായൊരു രാവിലെ, പക്ഷേ അടുത്ത നിമിഷം തന്നെ ഇന്ത്യയെ നടുക്കുന്ന ഒരു തീപ്പൊരി പൊട്ടിത്തെറിച്ചു. സബർമതി എക്സ്പ്രസ് തീയിൽ മുങ്ങി 59 പേർ ജീവിച്ചുകൊണ്ട് ചുട്ടുപോയപ്പോൾ ഗുജറാത്തിന്റെ ആകാശത്ത് ഭയത്തിന്റെ കരച്ചിൽ മുഴങ്ങി. അതിന്റെ പിന്നാലെ ഒരു തീ പോലെ പടർന്ന അക്രമം. വീടുകൾ കത്തിയൊഴുകി, റോഡുകൾ ചുവന്നു നിറഞ്ഞു. ഹിന്ദു മുസ്ലിം വെറുപ്പ് നിലംപൊത്തുന്ന കൊടുങ്കാറ്റായി. ആ വെറുപ്പിൽ ആയിരത്തിലധികം മനുഷ്യരുടെ കഥ ഒരൊറ്റ പേജിൽ അവസാനിച്ചു. അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് നരേന്ദ്രമോദി. ചോദ്യങ്ങൾ ഉയർന്നു. ഈ കലാപം തടയാൻ കഴിയുമായിരുന്നില്ലേ? എന്തുകൊണ്ട് പോലീസ് വൈകി? എന്തുകൊണ്ട് അക്രമം മണിക്കൂറുകൾ തുടരാൻ അനുവദിച്ചു? ആരോപണങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ അതെല്ലാം ആരോപണങ്ങൾ മാത്രമായി. വർഷങ്ങൾക്കിപ്പുറം സുപ്രീംകോടതിയുടെ SIT ആയിരക്കണക്കിന് മൊഴികളും തെളിവുകളും വിശദമായി പരിശോധിച്ചു. അവരുടെ കണ്ടെത്തൽ മോദി കലാപം പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ അനുവദിച്ചു എന്ന് തെളിയിക്കാൻ ഉറച്ച തെളിവുകളൊന്നും ഇല്ല എന്നായിരുന്നു. അധികാരവും പണവും പിന്നെ കൈക്കരുത്തും കൊടുക്കുന്ന ഒരു അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ. 1000 അല്ല 10,000 മരിച്ചു വീണാലും ഒരു നിയമവും ഒന്നും ചെയ്യില്ല. 2022 സുപ്രീംകോടതിയും അതേ നിഗമനം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഗുജറാത്തിന്റെ ആ ദിവസങ്ങൾ ഇന്നും ഒരു ചോദ്യമായി നിലകൊള്ളുന്നു. എങ്ങനെയൊരു തീപ്പൊരി ഒരു സംസ്ഥാനം മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ വിഴുങ്ങി? ഗുജറാത്ത് കലാപം ചരിത്രത്തിലെ ഒരു സംഭവം മാത്രമല്ല, ഇന്നും രാജ്യത്തെ പിന്തുടരുന്ന ഒരു കത്തുന്ന നിഴൽ. Follow for more.